ഫയർ എക്സ്റ്റിങ്ക്വിഷൻ ഏജൻസ് അഗ്നിശമന മാധ്യമങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ വാട്ടർ, സാൻഡ്, ഫോം ഇത്രയും എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി DCPയും ഗേഷ്യസ് ഏജൻസുമാണ് നോക്കാനുള്ളത്. DCP അഥവാ ഡ്രൈ കെമിക്കൽ പൗഡർ അഗ്നിശമനം സാധ്യമാക്കുന്ന വിവിധ രാസവസ്തുക്കളുടെ പൊടി രൂപത്തിലുള്ള ഒരു മിശ്രിതമാണ് DCP. DCPന് 3 ടൈപ്പായിട്ട് തിരിക്കാം: BC ടൈപ്പ്, ABC ടൈപ്പ്, TEC ടൈപ്പ്. BC ടൈപ്പ് നോക്കുകയാണെങ്കിൽ അതിലെ മുഖ്യ ഘടകമായിട്ട് വരുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. മറ്റു ഘടകങ്ങൾ മഗ്നീഷ്യം സ്ലീറേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്, ട്രൈകാൽസ്യം ഫോസ്ഫേറ്റ്. പൗഡർ കട്ട പിടിക്കുന്നത് തടയാൻ വേണ്ടി BC ടൈപ്പിൽ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് മഗ്നീഷ്യം സ്ലീറേറ്റ്. സോഡിയം ബൈകാർബണേറ്റിന് പകരമായി പൊട്ടാസ്യം ബൈകാർബണേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, യൂറിയ ബേസ്ഡ് പൊട്ടാസ്യം കാർബണേറ്റ് എന്നിവ ഉപയോഗിച്ചു വരുന്നുണ്ട്. ക്ലാസ് B ആൻഡ് C തീപിടുത്തങ്ങളിലും സജീവ വൈദ്യുത ഉപകരണങ്ങളിലെ തീപിടുത്തങ്ങൾക്കും ഉപയോഗിക്കുന്ന ടൈപ്പാണ് BC ടൈപ്പ്. അതായത് B എന്ന് പറയുന്നത് ലിക്വിഡ്, C എന്ന് പറയുന്നത് ഗ്യാസ്. അപ്പോൾ ക്ലാസ് Bയും Cയിലും ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടൈപ്പ് പൗഡറാണ് BC ടൈപ്പ്. ABC ടൈപ്പ് നോക്കുകയാണെങ്കിൽ ABC ടൈപ്പിലെ മുഖ്യ ഘടകമായിട്ട് വരുന്ന പൗഡർ എന്ന് പറയുന്നത് മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് തീപിടുത്തങ്ങൾക്കും സജീവ വൈദ്യുത ഉപകരണങ്ങളിലെ തീപിടുത്തങ്ങൾക്കും ഉപയോഗിക്കുന്ന കെമിക്കൽ പൗഡറാണ് ABC ടൈപ്പ്. ഇതിന് മൾട്ടി പർപ്പസ് ഡ്രൈ കെമിക്കൽ പൗഡർ എന്നും കൂടി പറയുന്നുണ്ട്. കാരണം A, B, C ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പൗഡറാണ് ABC ടൈപ്പ്. ഈ ABC ടൈപ്പ് പൗഡർ നമുക്ക് സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും ഉണ്ടാകുന്ന ഫയർ ശമിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. TEC ടൈപ്പും കൂടി എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ TECയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ടെർനനി യൂട്ടറ്റിക് ക്ലോറൈഡ് എന്നാണ്. TEC പൗഡർ പ്രധാനമായും ലോഹങ്ങളിലെ തീപിടുത്തങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, അതായത് ക്ലാസ് D ഫയറിൽ. TECയുടെ പ്രധാന ഘടകം എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ് ആണ്. DCPയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ DCPയുടെ ഗുണങ്ങൾ: DCP ഒരു വൈദ്യുത ചാലകമല്ല. DCP കാരണം ചർമ്മത്തിന് ദോഷകരമൊന്നും ഉണ്ടാവുകയില്ല. വിഷമയമോ ലോഹനാശകമോ ഒന്നും അല്ല. ദ്രാവക അഗ്നിബാധകളിൽ ദ്രുതഗതിയിൽ അഗ്നിശമനം സാധ്യമാക്കാൻ DCPനെ കൊണ്ട് സാധിക്കും. ഇനി അടുത്തത് DCPയുടെ ദോഷങ്ങൾ: പൗഡർ മാലിന്യം അവശേഷിക്കും. ഇത് ഉപയോഗിക്കപ്പെടുന്നതിന് സമീപഭാഗത്തുള്ളവർക്ക് ശ്വാസസംബന്ധമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാൻ ഇടയാകുന്നുണ്ട്. അത്യാധുനിക ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നാശം സംഭവിക്കുവാൻ കാരണമാകുന്നുണ്ട്. ഇനി നമുക്ക് വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഗേഷ്യസ് ഏജൻസ് അഥവാ വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമങ്ങൾ. വാതക രൂപത്തിൽ ഉപയോഗിച്ചു വരുന്ന അഗ്നിശമന മാധ്യമങ്ങൾ കാർബൺ ഡയോക്സൈഡ്, ഹാലോണുകൾ, ക്ലീൻ ഏജൻറ്റ് ഇവയൊക്കെയാണ്. ഓരോന്നും വ്യക്തമായിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട്. ആദ്യം CO2 കാർബൺ ഡയോക്സൈഡ്. സാധാരണയായി ഉപയോഗിക്കുന്ന വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമമാണ് കാർബൺ ഡയോക്സൈഡ്. ഓക്സിജൻ്റെയും ഇന്ധന ബാഷ്പത്തിൻ്റെയും ഗാഢത കുറച്ചുകൊണ്ടാണ് കാർബൺ ഡയോക്സൈഡ് തീ കടത്തുന്നത്. എല്ലാ തരം തീപിടുത്തത്തിലും കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കാവുന്നതാണ്. കാർബൺ ഡയോക്സൈഡിൻ്റെ ഇൻഹാബിറ്ററി ഫാക്ടർ 19%. അന്തരീക്ഷ വായുവിനേക്കാൾ സാന്ദ്രത കൂടിയ കാർബൺ ഡയോക്സൈഡ് വാതകം ദ്രാവക രൂപത്തിലാണ് അഗ്നിശമനികളിൽ സംഭരിക്കുന്നത്. കാർബൺ ഡയോക്സൈഡിൻ്റെ വികാസ അനുപാതം 1:450 ആണ്. കാർബൺ ഡയോക്സൈഡിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട്. ഗുണങ്ങൾ: അഗ്നിശമനത്തിന് ശേഷം അവശിഷ്ടങ്ങൾ കത്താനിടയാകുന്നില്ല. വൈദ്യുത ചാലകമല്ല. ചെറുവിടവുകളിൽ പോലും കടന്നു ചെന്ന് അഗ്നിശമനം നടത്തുന്നു. ഉപകരണങ്ങൾക്ക് കേടുപാട് വരുത്തുന്നുമില്ല. ദോഷവശങ്ങൾ: അപകടത്തിൽപ്പെട്ടവർക്ക് ശ്വാസസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അടഞ്ഞ മുറികളിൽ മാത്രമേ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഹാലോൺസുകളെ പറ്റി ഇനി അറിയണം. എന്താണ് ഹാലോണുകൾ? ക്ലോറോഫ്ലൂറോ കാർബൺ ഗ്രൂപ്പിൽപ്പെട്ടതും എന്നാൽ ദ്രാവക രൂപത്തിൽ സംഭരിക്കപ്പെട്ടതുമായ അഗ്നിശമനികളെയാണ് ഹാലോണുകൾ എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡിൻ്റെ പോലെ തന്നെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഹാലോണുകൾ. പക്ഷേ മോൺട്രിയൽ ഉടമ്പടി പ്രകാരം 1994 ജനുവരി 1 മുതൽ ലോകവ്യാപകമായി ഉൽപ്പാദനം നിരോധിച്ച അഗ്നിശമനിയാണ് ഈ ഹാലോൺസ്. ഓസോൺ പാളികളിൽ ഭീഷണിയായതിനാലാണ് നിലവിൽ ഇത് ഉപയോഗിക്കാത്തത്. ക്ലീൻ ഏജൻറ്റുകളെ പറ്റി നമുക്കിനി അറിയാം. ദ്രാവക രൂപത്തിൽ സംഭരിക്കപ്പെട്ടതും ഉപയോഗിക്കുമ്പോൾ വാതക രൂപത്തിൽ പുറത്തു വന്ന് അഗ്നിശമനം നടത്തുന്നതുമായ അഗ്നിശമനികളെയാണ് ക്ലീൻ ഏജൻറ്റുകൾ എന്ന് പറയുന്നത്. അത്യാധുനികവും വിലപിടിപ്പുള്ളതുമായ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലാണ് ക്ലീൻ ഏജൻറ്റുകൾ ഉപയോഗിക്കുന്നത്. ഹെപ്റ്റഫ്ലൂറോപ്രൊപ്പൈൻ എന്ന വാതകം ഉയർന്ന മർദ്ദത്തിൽ ദ്രാവക രൂപത്തിലാക്കിയിട്ട് സംഭരിച്ചിട്ടുള്ള ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ് ക്ലീൻ ഏജൻറ്റുകൾ. നമ്മൾ ഈ ക്ലാസ്സിലൂടെ പ്രധാനപ്പെട്ട എല്ലാ അഗ്നിശമന മാധ്യമങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. വാട്ടർ, സാൻഡ്, ഫോം, DCP, പിന്നെ ഗേഷ്യസ് ഏജൻസൊക്കെ. ഫയർ എക്സ്റ്റിങ്ക്വിഷൻ ഏജൻസിൻ്റെ ക്ലാസ് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്താണോ കൂടുതലായിട്ട് അറിയാവുന്നത് അതും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക.
താങ്ക് യു.